Hi friends, welcome to Homemaker's Dreams, our dream channel. Wine balls ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത്. ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ഒരു ക്രിസ്മസിന് എപ്പോഴും നമുക്ക് മനസ്സിൽ വരുന്നത് കേക്കും വൈനൊക്കെയാണ്. നമുക്കൊരു സ്പെഷ്യലായിട്ട് നമുക്കിത് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ വൈൻ ബോൾസ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ നമ്മുടെ വൈൻ ബോൾസ് ഉണ്ടാക്കി തുടങ്ങില്ലേ, അതിനായിട്ടായി തന്നെ ഇവിടെ ബ്രൗണിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ബ്രൗണിയുടെ റെസിപ്പി മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അതെല്ലാവരും നോക്കുക, കാണാത്തവരുണ്ടെങ്കിൽ അത് നോക്കി ഉണ്ടാക്കുക. അതിനായിട്ട് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കണില്ല. പിന്നെ നമുക്ക് ബ്രൗണി വെച്ചിട്ട് വൈൻ ബോൾസ് ഉണ്ടാക്കുകയാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. നമുക്ക് കേക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, പ്ലം കേക്ക് അങ്ങനത്തെ കേക്കുകൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ്, ആ ഒരു ക്രഞ്ചിനെസ്സും ടേസ്റ്റൊക്കെ കൂടുതൽ ബ്രൗണിയാണ്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള വൈന്, ഞാനിവിടെ ഗ്രേപ്പ് വൈനാണ് എടുത്തിട്ടുള്ളത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വൈനാണ്. വൈൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വൈൻ എടുക്കുമ്പോൾ നമുക്ക് അടിഭാഗത്ത് ഊറി വരുന്ന വൈനില്ലേ, അതെടുത്താലും മതി. അതല്ല ഇപ്പോൾ ഉണ്ടാക്കാത്തവർക്കാണ് കിട്ടുന്നത് ഏത് വൈനായാലും ഉപയോഗിക്കാം. ഏത് ഇഷ്ടമുള്ള വൈൻ വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. ഗ്രേപ്പ് വൈനും കുറച്ച് മധുരമുള്ള വൈനുമാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ബ്രൗണി ഒന്ന് നന്നായി കൈകൊണ്ട് ഒന്ന് പൊടിച്ചു കൊടുക്കുക. അപ്പോൾ ആ പൊടിച്ചു കൊടുത്തതിലേക്ക് നമ്മൾ ആദ്യം തന്നെ അൺസോൾട്ടഡ് ബട്ടർ, 1 ടേബിൾ സ്പൂണ് അൺസോൾട്ടഡ് ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മയം വരാനും ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് വരാനാണ്. പിന്നെ അതിലേക്ക് നമ്മൾ നട്ട്സ്, ചെറി, ടൂട്ടി ഫ്രൂട്ടി ഒക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഞാൻ 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇത് മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന ബ്രൗണിയുടെ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ വൈൻ ഒഴിക്കുന്നത്. ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇതിൽ വൈൻ ഒഴിച്ച് കൊടുക്കുക. ഗ്രേപ്പ് വൈനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പാകത്തിൽ നമുക്ക് കുഴയ്ക്കാനും ഇപ്പോൾ ഒരു ബോളൊക്കെ ആക്കാനുള്ള ഒരു പാകത്തിൽ നമുക്ക് വൈൻ ഒഴിച്ച് കൊടുത്താൽ മതി. കൂടുതൽ ഒഴിച്ച് കൊടുത്താൽ രസം ഉണ്ടാവില്ല, നമുക്കത് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പാകത്തിൽ നമുക്ക് വൈൻ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ബോളാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ വൈൻ ബോളിന്. നമുക്കൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം. വരുന്നവർക്ക് ഇതെന്താ അത് വൈൻ്റെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് വരുന്ന വിധത്തിലുള്ളത് എടുക്കുക. ഇനി നമുക്കൊരു ഓപ്ഷണലാണ് ഈ ഉരുട്ടി വെച്ചിട്ടുള്ളത് നമ്മുടെ കയ്യിലൊന്ന് ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ കുറച്ച് കൊക്കോ പൗഡർ എടുത്തിട്ട് അതിലേക്ക് ഒന്ന് ജസ്റ്റ് അതിലൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതൊന്ന് കോട്ട് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലെടുക്കില്ല, അത് കാണാനൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ ആ കൊക്കോ പൗഡറിൽ ഒന്ന് നന്നായി കോട്ട് ചെയ്തെടുക്കുക. ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ആ ഒരു കൊക്കോ പൗഡറിൻ്റെ ഒരു കളറൊക്കെ കൂടിയാകുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. വൈൻ്റെ ഒരു ടേസ്റ്റ് നന്നായി നമ്മുടെ നാവിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. നമ്മുടെ സ്പെഷ്യലായിട്ട് ഈ ക്രിസ്മസിന് നമുക്ക് ഉണ്ടാക്കി വീട്ടിൽ വെക്കാവുന്നതാണ്. ആൾക്കാർ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ.